ഓട്ടിസ്റ്റിക് ഫീച്ചർ ഉള്ളൊരു കുട്ടിയുടെ അമ്മ എടുത്തൊരു എഫേർട്ടിൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. നമ്മുടെ ക്ലൈൻ്റ് ആയിരുന്നു. 3 വയസ്സായിരുന്നു കുട്ടിക്ക്. ആദ്യം മുതലേ ഓട്ടിസ്റ്റിക് ഫീച്ചേഴ്സ് കാണിച്ചിരുന്നുണ്ടായിരുന്നു. പക്ഷെ അമ്മ അത് അത്രയ്ക്ക് അങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. പുള്ളിക്കാരിക്ക് 3 കുട്ടികളാണ് ഉള്ളത്. അപ്പം അതിൽ രണ്ടാമത്തെ ട്വിൻസിൽ ഒരു കുട്ടിക്കാണ് ASD ഫീച്ചേഴ്സ് കാണിക്കാൻ തുടങ്ങിയത്. അപ്പം അമ്മ ഒരു നേഴ്സായിരുന്നു. അപ്പം ഫിനാൻഷ്യലി അത്യാവശ്യം ഇച്ചിരി ബാക്കിലോട്ടായിരുന്നു അമ്മയുടെ ഫാമിലി. അപ്പം അമ്മ നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത് പുറത്തു പോയി ഒരു എഫേർട്ട് ഇട്ടാലേ ആ ഒരു ഫാമിലി മുന്നോട്ട് പോകത്തുള്ളൂ. ഒരു പോയിന്റിൽ എക്സാം എല്ലാം OET എല്ലാം ക്ലിയർ ചെയ്തു, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. അവിടുന്ന് പോകാൻ ടിക്കറ്റ് വരെ എടുത്തിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ പോകുന്നതിന് മുന്നേ കുട്ടിയുടെ ഫീച്ചേഴ്സ് ഒന്ന് കാണിക്കാം, ഒരു ഡെവലപ്മെൻറ്റൽ ടെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഒരു ചെക്കപ്പിന് പോയത്. അവിടെ ചെന്നപ്പം ഈ പറയുന്ന പോലെ ഓട്ടിസ്റ്റിക് ഫീച്ചർ ആണെന്ന് ഡയഗ്നോസിസ് വന്നു. അത് കേട്ടപ്പോൾ തന്നെ ആളാകെ മാനസികമായിട്ട് തകർന്നിട്ടുണ്ടായിരുന്നു. ഓൾറെഡി പോകാനെല്ലാം റെഡിയായി നിൽക്കുന്നു, കരിയർ ഒരു സൈഡ്, കുഞ്ഞിൻ്റെ ഒരു ഭാവി ഇങ്ങനെ. അപ്പം ലാസ്റ്റ് അമ്മ തീരുമാനിച്ചു പോവണ്ട, നമുക്ക് തെറപ്പി തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നപ്പോഴും നമ്മളെല്ലാ എവാലുവേഷൻസ് ഒന്നുകൂടെ റീചെക്ക് ചെയ്ത് നോക്കി. സെയിം ഡയഗ്നോസ് തന്നെയാണ് നമുക്കും കിട്ടിയത്. അവിടുന്ന് പിന്നെ നമ്മൾ തെറപ്പി കണ്ടിന്യൂ ചെയ്തു. ഒരു 2 ഇയേഴ്സ് തെറപ്പി കണ്ടിന്യൂ പോയി, ലോങ് ആയിട്ട് തന്നെ. പക്ഷേ 2 ഇയേഴ്സിൽ നോർമലി തെറപ്പി എന്ന് പറയുന്നത് ഇച്ചിരി സ്ലോ പ്രോസസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പെട്ടെന്ന് അങ്ങോട്ട് നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ്സ് കിട്ടത്തില്ല. തുടങ്ങി പതുക്കെ പതുക്കെ ആയിരിക്കും, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിരിക്കും പോകുന്നത്. ഓരോ കുട്ടികളുടെ ബ്രെയിൻ കപ്പാസിറ്റി പോലാണെന്ന് വരുന്നത്. അപ്പം ഈ കുഞ്ഞിനെ സംബന്ധിച്ച് അവന് മാക്സിമം നമ്മൾ എഫേർട്ട് ഇട്ടു. പക്ഷെ ഞങ്ങളെക്കാട്ടിലും എനിക്ക് തോന്നുന്നൊരു 70% എഫേർട്ട് ഇട്ടത് അമ്മയാണ്. ഫുൾ ടൈം കുട്ടിക്ക് വേണ്ടിയിട്ടായിരുന്നു. മൂത്ത കുട്ടികളെ ആണെങ്കിലും എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് അമ്മ ഈ ഒരു കുട്ടിക്ക് വേണ്ടി ഫുൾ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് അത്യാവശ്യം അമ്മയ്ക്ക് വീട്ടിൽ നിന്നുള്ള പ്രഷർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇടയ്ക്ക് ഹെൽത്ത് ഇഷ്യൂസ് ആയിക്കോട്ടെ, ആക്സിഡൻറ്റ്സ്, അങ്ങനെ ഒരുപാട് ഇൻസിഡൻറ്റ്സ് എൻ്റെ ഇടയ്ക്ക് നടന്നു. പക്ഷേ എങ്കിൽ പോലും ഈ മുറിവുകളൊക്കെ വെച്ചുകൊണ്ട് ഈ അമ്മ തെറപ്പി മുടങ്ങാതെ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ 2 ഇയേഴ്സിൻ്റെ നീണ്ട തെറപ്പിക്ക് ശേഷം ഓട്ടിസം ഫീച്ചർ നമ്മൾ പിന്നീട് റീടെസ്റ്റ് എടുക്കുമ്പം കുട്ടി നോർമൽ ലെവലിലേക്കാണ് വന്നത്. നോർമൽ ലെവലിൽ വരികയും ചെയ്ത് ഓൾമോസ്റ്റ് എല്ലാം ഓക്കെ ആയിട്ടാണ് നമ്മൾ ഇവിടുന്ന് കുട്ടീനെ ഡിസ്ചാർജ് ചെയ്യുന്നത്. ഭയങ്കര സന്തോഷമായിരുന്നു നമുക്ക് ആ ഒരു കേസ് ഡിസ്ചാർജ് ചെയ്ത് വിടും. കാരണം നമ്മളെക്കാട്ടിലും കൂടുതൽ ഒരു എഫേർട്ട് ഏറ്റവും കൂടുതൽ അമ്മയായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് തെറപ്പി തുടങ്ങുന്നതിന് മുന്നേ പ്രയർ ഒരു ക്ലിനിക്കിൽ പോകുന്നതും അമ്മ ഈ പുനലൂരിൻ്റെ ഏറ്റവും ചൂടത്ത് 2 മണി സ്ലോട്ടിന് വേണ്ടിയിട്ട് ഈ പെരുവെയിൽ മൊത്തവും കൊണ്ടിട്ടായിരുന്നു അമ്മ പോകുന്നത്. അത്രയും ഹെൽത്ത് ഓക്കെ അല്ലാഞ്ഞിട്ട് പോലും അമ്മ കൊണ്ടുപോയി സെഷൻസ് ഫുള്ള് ഫിനിഷ് ചെയ്ത് എല്ലാ കോഴ്സും കംപ്ലീറ്റ് ചെയ്തപ്പോഴത്തേക്ക് ആള് ബാക്ക് ടു നോർമലിലേക്ക് വന്നു. ഇന്ന് ആ കുഞ്ഞ് ഹാപ്പി ആയിട്ട് തിരിച്ച് അബ്രോഡിലേക്ക് പോവുകയും ചെയ്ത് അവിടുത്തെ സ്കൂളിൽ മിടുക്കനായിട്ട് നോർമൽ സ്കൂളിൽ തന്നെ ആള് പഠിക്കുന്നുമുണ്ട്. ഒരു ഇഷ്യൂസും ഇല്ല. ഇപ്പം എവിടെ വെച്ച് നമ്മളെ ഒന്ന് കണ്ടാൽ പോലും ചേച്ചീന്നോ അല്ല മാമെന്ന് പറഞ്ഞ് ഓടി വരുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ പേരൻസ് എഫേർട്ട് ഇട്ടാലേ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ്സ് കാണാൻ പറ്റത്തുള്ളൂ. തെറപ്പിസ്റ്റുകൾ എപ്പോഴും നിങ്ങൾക്ക് ഗൈഡ് ചെയ്യാൻ മാത്രമേ കാണത്തുള്ളൂ. അപ്പം ആ ഒരു കാര്യം നമ്മുടെ ഇച്ചിരി ടൈം എടുക്കും. ചിലപ്പോൾ 2 ഇയേഴ്സിനടുത്ത് നമുക്ക് പല പ്രശ്നങ്ങളും മടുപ്പും എല്ലാം വരും. അതെല്ലാം ഒഴിച്ച് നമ്മൾ മാക്സിമം ഒരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ കുട്ടിക്ക് നമുക്ക് ഇങ്ങനെ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും.